നിങ്ങളാരെങ്കിലും വല്ലവരുടെയും പറമ്പിൽ അവരോട് ചോദിക്കാതെയും പറയാതെയും കട്ടെന്തെങ്കിലും പിച്ച് തിന്നിട്ടുണ്ടോ? എന്നാ അതിനാ ഞങ്ങൾ 3 കൂടെ ഇറങ്ങിയേക്കുന്നത്. എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, വല്ലവരും കണ്ടാൽ ചീത്ത പറയത്തില്ലേന്നും പറഞ്ഞു. ഇവന്മാരാണ് എന്നെ കൺവിൻസ് ചെയ്തുകൊണ്ട് പിടിച്ചോണ്ട് പോകുന്നത്. പണ്ട് സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു വീട്ടിൽ കയറി മാങ്ങാ വിൽച്ചാൻ അവരെന്നെ കള്ളീന്ന് വിളിച്ചത് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. ആ ഒരു ഉൾഭയം എനിക്കില്ലാതില്ലായിരുന്നു. ആ കാണുന്നത് അമ്പലത്തിന്റെ പുറകുവശം കേട്ടോ, അവിടെ കാവൊക്കെ ഉണ്ട്. ഇവൻ വലിയ നിന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോവും ആരും കാണല്ലേന്ന്. പോയ പുറകെ തന്നെ ഒരാളെ കണ്ടുകൊണ്ട് തിരിച്ചു ഓടി വന്ന് ഞങ്ങൾ അതിനേക്കായി മുന്നേ ഓടി. ഞങ്ങൾ ഓടുന്നതുകൊണ്ട് ഒരു പട്ടിക്കുഞ്ഞ് അവിടെ കിടന്നത് ജീവനും കൊണ്ട് ഓടി. നോക്കിയപ്പോൾ എന്തോ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ അമ്മയായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇനി ആര് വന്നാലും വരട്ടെ എന്ന് പറഞ്ഞ് രണ്ടും കൽപ്പിച്ചങ്ങ് നടന്ന്. അവിടെ എല്ലാം പുല്ല് മൂടി കിടക്കുമായിരുന്നു, പിന്നെ ഒടുക്കത്തെ വെയിലും. നട്ടുച്ച സമയത്താണ് 3 കൂടെ മാങ്ങാ വിൽച്ചാൻ ഇറങ്ങിയത്. ഓ ആ കാണുന്ന മാവ് കണ്ടോ, ആ മാവാണ് ഇവന്മാർ പറഞ്ഞ മാവ്. ആ പരിസരത്തെങ്ങും ആരും ഇല്ലായിരുന്നു കേട്ടോ, അവിടെ സ്കൂൾ അവധി ആയതുകൊണ്ട് ആ സ്കൂളിലും ആരും ഇല്ലായിരുന്നു. പിന്നെ ആണെങ്കിൽ കാവും വീടൊക്കെ കുറച്ച് ദൂരെയാണ്, പിന്നെ അയ്യവും. ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളായിരുന്നു. ചിക്കു ആണെ മാവ് കണ്ടതേ കണ്ട കുരങ്ങ് വലിഞ്ഞു കയറുന്ന കണക്ക് വലിഞ്ഞങ്ങ് കയറി. അമ്മയുടെ വീട്ടിൽ മാവില്ലാഞ്ഞിട്ടോ അതിൽ മാങ്ങ ഇല്ലാഞ്ഞിട്ടോ അല്ല കേട്ടോ, പക്ഷെ എല്ലാ പ്രാവശ്യത്തെയും കണക്ക് പിടിച്ചതുമില്ല. പിടിച്ചതെല്ലാം അങ്ങ് പൊക്കത്തില്ല, അത് പിച്ചാനും പറ്റത്തില്ല. അന്നേരം താണ്ടി ഈ മരത്തെ വലിഞ്ഞു കയറുന്നവനാ പറഞ്ഞത് നമുക്ക് ഇവിടെ വന്ന് പിച്ച, ഇതൊക്കെ ഒരു ത്രില്ലല്ലേന്ന് പോലും. ഇവൻ ഈ മരത്തെ നിൽക്കുന്ന സമയത്തെങ്ങാണോ അവിടെ തുടമേങ്ങാണം വന്നായിരുന്നെങ്കിൽ ത്രില്ലെല്ലാം കൂടെ പൊളിഞ്ഞ് കയ്യിരുന്നേനെ. ഇനി ഈ വീഡിയോ കണ്ടിട്ടെങ്ങാണോ എന്നോട് ചോദിക്കാൻ വരുമോന്നാ. സാരമില്ല, ഞാൻ അവിടെ നിന്ന് പോകുന്നായിരുന്നു, അവന്മാരുടെ അടുത്തേ ചോദിക്കാൻ ചെല്ലത്തുള്ളൂ. അങ്ങനെ കൈവച്ചും കൊലയായിട്ടും പിന്നെ കമ്പിന് അടിച്ചു വിട്ടുമൊക്കെ 5-6 മാങ്ങ പിച്ചി. എന്തുമായാലും വേനലവധിക്ക് ഇച്ചിരി മാങ്ങയൊക്കെ തിന്നില്ലെങ്കിൽ പിന്നെ എന്തോന്ന് രസം. അല്ലേലും എനിക്കൊക്കെ പണ്ടേ ഈ വേനലവധി എന്ന് പറയുമ്പോഴേ അമ്മ വീടും മാങ്ങയൊക്കെ ഓർമ്മ വരുന്നത്. അതൊക്കെ ഒരു രസമായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അവിടെ 2-3 മാങ്ങ കിടക്കുന്നുണ്ട് കേട്ടോ. പഴുത്ത മാങ്ങയാന്ന് പറഞ്ഞ് ഓടിച്ചെന്നെടുത്തപ്പോൾ ഇവന്മാർ പറഞ്ഞത് വാടിയതാ കൊള്ളത്തില്ലെന്ന്, അതുകൊണ്ട് പിന്നെ ഞാനും കളഞ്ഞു. അവിടെ ആരെങ്കിലും ചോദിക്കാൻ വരുന്നതിന് മുന്നേ അധികം നേരം നിൽക്കാതെ ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ ഷോർട്ട് കട്ട് കയറിയാണ് വീട്ടിലോട്ട് പോയത്, അതുകൊണ്ട് പെട്ടെന്ന് എത്തി. പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ഈ മാങ്ങയെല്ലാം തട്ടിയിട്ട് കഴുകി എടുത്ത് ആദ്യം വിചാരിച്ച ഉപ്പും മുളകും പുരട്ടി അങ്ങ് അടിക്കാമെന്ന്. പിന്നെ വിചാരിച്ച് ഇവനെ അങ്ങ് അലക്കിയെടുക്കാമെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ അങ്ങ് മൊത്തത്തിൽ തല്ലിച്ചതച്ചങ്ങ് എടുക്കാം. അതിനായിട്ട് നമ്മൾ വരഞ്ഞു വെച്ച മാങ്ങയിലോട്ട് ഉപ്പും മുളകും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ അങ്ങ് തൂവിയെടുത്ത്, എന്നിട്ട് മണിയമ്മച്ചിയുടെ ഒരു മുണ്ട് കീറിയതെടുത്ത് അതിനകത്ത് ഈ 3 മാങ്ങയും പെറുക്കി വെച്ച് ചുറ്റി വാരിഞ്ഞ് മുറുക്കി അങ്ങ് കെട്ടി. പിന്നെ ആ മാങ്ങാക്കെട്ടും എടുത്തോണ്ട് തുണി കഴുകുന്ന കല്ലേ പോയിട്ട് അലക്ക്. എന്തൊക്കെ കഷ്ടപ്പാടല്ലേ, ഇവൻ തുണി പോലും ഇങ്ങനെ അലക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ കണ്ടിട്ടില്ലാത്തവര് കണ്ടോ, ഇതാണ് അലക്കിയ മാങ്ങ, അലക്ക് മാങ്ങ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. മണിയമ്മച്ചി ഞങ്ങളെ നോക്കി അവിടെ ഇത് പുച്ഛിക്കുന്നുണ്ട്. ഈ പുളിയെല്ലാം കൂടെ തിന്നിട്ട് വയറിളകിയുടെ കിടക്കുമെന്നായിരിക്കും ആലോചിക്കുന്നത്. മണിയമ്മച്ചിക്കെങ്ങും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാരും കൂടെ അങ്ങ് തിന്ന്. അല്ലേലും ഈ വിളഞ്ഞ മാങ്ങയ്ക്കകത്തോട്ട് ഇച്ചിരി ഉപ്പും മുളകും ഒക്കെ ഇട്ട് കഴിയുമ്പം അതിൻ്റെ ആ പുളിയും മധുരവും എല്ലാം കൂടെ കൂടി കലർന്ന് നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു രസമായിരുന്നു.